Hi friends, welcome to Curry Town. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു മീൻമുട്ടയുടെ തോരനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മീൻമുട്ടയുടെ തോരൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ മീൻമുട്ട കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു സവോള ചെറുതായി കൊത്തി അരിഞ്ഞത്, 3 കറിവേപ്പില. ഇത്രയും മതി കേട്ടോ നമുക്ക് ഈ മീൻമുട്ടയുടെ തോരൻ റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഞാൻ മീൻമുട്ടയുടെ തോരനകത്തോട്ട് അരിഞ്ഞു വെച്ച സവോള ചേർത്തു. സവോള ചേർത്തതിന് ശേഷം കൈ വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് ഞെരടി മിക്സ് ചെയ്യുക. ഞെരടി മിക്സ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മുട്ടയുടെ പുറത്തുനിന്നുള്ള സ്കിൻ, ആ സെൻസിറ്റീവായിട്ടുള്ള സ്കിൻ നമുക്ക് ഇങ്ങ് മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇതുപോലെ ആ സ്കിൻ അങ്ങ് മാറ്റി കളയാം. അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മീൻമുട്ടയ്ക്കുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കുക. ഒരു പാൻ ചൂടാക്കുക. പാനിനകത്തോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച് കടുക് വറുക്കുക. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പം നമ്മുടെ മീൻമുട്ടയുടെ മിക്സ് അതിനകത്ത് ചേർത്ത് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. ഇത്രേ ഉള്ളൂ കേട്ടോ, വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഒട്ടും എരിവൊന്നും ഇല്ലാത്ത കാരണം ഇത് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിന് ശേഷം അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് വേവിക്കുക. ഞാനിതൊന്ന് അടച്ചു വെച്ചു. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മീൻമുട്ടയുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. തേങ്ങ ഓപ്ഷണലാണ്, വേണേ ചേർക്കാം. ചേർത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ട്. അത് കാരണം ഞാൻ തേങ്ങ ചേർത്തു. ഞാനൊരു ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് കേട്ടോ ചേർത്തേക്കണം. ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മീൻമുട്ടയുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻമുട്ട തോരനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയായിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം കറി ടൗൺ.